നമുക്ക് വേദയുടെ വിക്രത്തിന്റെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന വരുന്ന ആഴ്ചയിൽ സന്തോഷവരായ കുറച്ച് ദിനങ്ങളായിരുന്നു വേദയ്ക്ക്. കാരണം വേദ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും വിക്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് വേദയ്ക്ക് കൂടുതൽ സന്തോഷമൊക്കെ കൊടുക്കുന്നുണ്ട്. മലയ്ക്കുവാ മാലയിട്ടതിന് ശേഷം ഒരു കാര്യം വേദയ്ക്ക് മനസ്സിലായി. വിക്രം നന്നായിട്ട് മാറിയിട്ടുണ്ടെന്ന്. വിക്രത്തെ ഒരു പരിധിവരെ മാറ്റിയെടുക്കാനായിട്ട് വേദയ്ക്ക് സാധിച്ചു. അപ്പം അതിൻ്റെ നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ഒടുവിൽ വേദ വരുണിനെ കാണാൻ പോയി. വരുണിനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സത്യങ്ങളൊക്കെ വരുൺ പറയണേ, ഒരു കാരണവശാലും ഞാൻ ചേച്ചിയുടെ അനുജത്തെ തട്ടിയെടുക്കാൻ ശ്രമിച്ചല്ല, അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ചെന്നുമല്ല, അങ്ങനെ ഒരു സാഹചര്യത്തെ അതൊക്കെ സംഭവിച്ചു പോയി എന്നും പറഞ്ഞൊരു കുറച്ച് കാര്യങ്ങളൊക്കെ വേദയോട് പറയുന്നുണ്ട്. കാരണം താനൊരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ആ പെങ്കൊച്ചിനെ അന്നങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഡ്രഗ്സിന് അടിമയായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, എനിക്ക് കുറ്റബോധം കാരണം മരിക്കണമെന്ന് തോന്നിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് വേദയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് വിഷമം തോന്നി. കാരണം അവൻ ഡ്രഗ്സിന് അടിമയായിട്ട് സമയത്താണ് അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്. ആ പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു, ഭാവി നശിച്ചു. പക്ഷെ ഇപ്പം വരുണിന് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാരണവശാലും വരുൺ ഇപ്പം പഴയതുപോലെയല്ല. ദീപ്തിയെ തന്നോടോ അല്ലെങ്കിൽ വിക്രത്തോടോ ഉള്ള ദേഷ്യം കൊണ്ട് പ്രണയിക്കാൻ പോയതൊന്നും അല്ല, പ്രണയൊരു അഭിനയമൊന്നും അല്ല എന്നുള്ള കാര്യം വേദിക്ക് ഒരുമാതിരിക്ക് ഉറപ്പായി. പക്ഷെ എന്നാലും ഇതിനൊരു കാരണവശാലും കൂട്ടു നിൽക്കാൻ പറ്റുന്ന കാര്യമില്ല. അച്ഛനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം തന്നെ ഉണ്ടാവും. അതോടൊപ്പം വാസവന്റെ മകനാണ്. വിക്രമാണെങ്കിലും ഇതിനെ ഒരിക്കലും സമ്മതിക്കില്ല, എതിർക്കത്തുള്ളൂ. ഇനിയിപ്പോൾ താം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലും വിക്രത്തോട് പോയി പറഞ്ഞാൽ വിക്രം അത് വിശ്വസിക്കുമെന്ന് പോലും അറിയത്തില്ല. വരും പിന്നീട് വേദയോട് കാര്യം കൂടെ പറഞ്ഞായിരുന്നു. ചേച്ചി ഒരു കാര്യം ചെയ്യുക, ദീപ്തിയോട് സംസാരിക്കുക. ദീപ്തിക്ക് എന്നെ ഇഷ്ടമാണ്. ഒരു പക്ഷേ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം എനിക്കിഷ്ടമില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ എന്നെ അത്രയധികം ഇപ്പം സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ മാനസികാവസ്ഥ എന്തെന്ന് ചേച്ചിയോട് പറഞ്ഞ ചേച്ചിക്ക് പോലും മനസ്സിലാകത്തില്ല. എന്നെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവന്ന ആളാണ് ദീപ്തി. എൻ്റെ എല്ലാ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും എന്നെ മുന്നോട്ട് നയിച്ച അവളാണ്. അപ്പോൾ അവളോട് എനിക്ക് നന്ദിയും കടപ്പാടും അതിലുപരി എനിക്ക് സ്നേഹമുണ്ട്. ഇനിയിപ്പോൾ ആരൊക്കെ എതിർത്തെന്ന് പറഞ്ഞാലും അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളോടൊപ്പം ജീവിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. വേദയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ദീപ്തിയാണ് ഒറ്റക്കാലം നിൽക്കുക വരുണിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്. കാരണം ദീപ്തിയുടെ മനസ്സിൽ ഇപ്പോൾ വരുണ് മാത്രമേ ഉള്ളൂ. അവന് പശ്ചാത്താപിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് വന്നിരിക്കുക എന്നൊരു ചിന്തയായിരുന്നു ദീപ്തിയുടെ മനസ്സിൽ. അങ്ങനെ വരുണിനെയൊക്കെ കണ്ട ശേഷം വേദ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്നപ്പോൾ വിക്രം അവിടെ ഉണ്ടായിരുന്നു. വിക്രത്തെ വിളിച്ചുകൊണ്ട് വേദ നേരെ മുറിയിലേക്ക് പോയി. അതിനുശേഷം വേദ വിക്രത്തോട് കാര്യങ്ങൾ പറയണം. ഞാനിന്ന് പോയി വരുണിനെ കണ്ടായിരുന്നു പറയണേ. വരുണിനെ കാണാനോ? എവിടെ? അവൻ്റെ വീട്ടിൽ ചെന്ന്. നിന്നോട് ആരാ വേദ അങ്ങനെ തനിച്ചങ്ങോട്ട് പോകാൻ പറഞ്ഞേ? ആ വാസവനെങ്ങാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താ, എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ആരുടെ മുഖത്താണെങ്കിലും ചോദിക്കുകയും പറയുകയും ചെയ്യും. പക്ഷെ വിക്രം, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. എന്ത്? അത് പിന്നെ ദീപ്തിയും വരുണും തമ്മിലുള്ള ആ ഒരു സംഭവം. അല്ല, നീ എന്താ അവിടെ ചെന്നിട്ട് ഇപ്പം അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വന്നിരിക്കണോ? അതല്ല, അവൻ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റിയില്ല. സത്യമാണെന്ന് എനിക്കും തോന്നി. എന്ത് കാര്യങ്ങളാണ് പറഞ്ഞേ? പിന്നീട് വരുൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ്. ഡ്രഗ്സിന് അടിമപ്പെട്ട് അവൻ ഇത്രയും കാലം ജീവിക്കുമായിരുന്നു. ആ സമയത്താണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അവൻ മരിക്കാൻ പോയ കാര്യങ്ങളൊക്കെ പറയുക. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം ഒരൊറ്റ ചിരിയായിരുന്നു. എന്താ വിക്രസ്വാമി ചിരിക്കണേ? എങ്ങനെ ചിരിക്കാതിരിക്കും? ശരിക്കും പറഞ്ഞാൽ നിന്നെ അവൻ പറ്റിച്ചു വിട്ടെന്ന് പറയണം. പറ്റിക്കാൻ എന്നെയോ? ഒരിക്കലും അങ്ങനെയല്ല. അവൻ സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ അറിയാം അവന് നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല വരുണിപ്പം. വേദേ, നിനക്ക് ആൾക്കാരെ അളക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് സംഭവിച്ചു പോയത് അത്. ശരിക്കും പറഞ്ഞാൽ അവൻ നിന്നെ നന്നായിട്ട് പറ്റിക്കുക. അവൻ നിന്നെ മാത്രമല്ല ദീപ്തിയെ പറ്റിക്കുന്നുണ്ട്. അങ്ങനെയല്ല. ദീപ്തി ക്ലിനിക്കൽ സൈക്കോളജിയുടെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്ന അങ്ങനെയാണ് വരുണിനെ കാണുന്നത്. ദീപ്തിക്ക് അവനോടൊരു ഇഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു സിമ്പതിയുടെ പുറത്തുണ്ടായ ഇഷ്ടമാണ്. ഒരു പക്ഷേ മരിക്കാനായിട്ട് തുടങ്ങണ ഒരു ചെറുപ്പക്കാരൻ അവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടിരുന്നു. പിന്നീട് പതുക്കെ അവനോട് ഇഷ്ടം തോന്നുന്നു. അതിനെ അങ്ങനെ വലിയൊരു ഇഷ്ടമായിട്ട് നമ്മൾ കണക്കാക്കണ്ട. അത് ഇപ്പോഴത്തെ ആ ഒരു ഇത് തോന്നുന്നതാണ്. പിന്നെ അതൊക്കെ മാറിക്കോളും. കുറച്ച് ദിവസം വരുണിനെ കാണാതെ എന്ന് കഴിയുമ്പോഴത്തേനും അത് അവളുടെ മനസ്സിൽ നിന്നൊക്കെ മാഞ്ഞു പോയിക്കോളും. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, എനിക്കങ്ങനെയൊന്നും തോന്നില്ല. കാരണം അവളെ കാണാൻ ചെന്നവരെയൊക്കെ അവൾ എതിർത്ത് പറഞ്ഞു വിടുക ചെയ്തേ. ശ്രീജേടത്തെയും വിശ്വണ്ണൊക്കെ അവളെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അവർ സംസാരിക്കുന്ന സമയത്തും അവൾ ഒരിക്കലും അടുത്തില്ല. അവൾ എതിർക്കുക ചെയ്തത്. കാരണം അവൾക്ക് വരുണെ അത്ര ഇഷ്ടമാണെന്ന് തോന്നേ. വിക്രം പറഞ്ഞു, എന്താണെങ്കിലും
ഈ ബന്ധം അധികകാലം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനൊരു കള്ളനാണെങ്കിലും ഉറപ്പായിട്ടും അവൻ്റെ കള്ളത്തരം പുറത്തു കൊണ്ടുവന്നേ മതിയാവും. നിന്റെ അനുജത്തിയെ രക്ഷിക്കണം അവൻ്റെ പിടിയിൽ നിന്നും. പോരാത്തതിന് വാസവനും കൂടെ അറിഞ്ഞിട്ടുള്ളൊരു കളിയാണെന്ന് പറയാനും പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദയ്ക്ക് ആപ്പാട് ടെൻഷനായി. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. വരുൺ പറഞ്ഞൊക്കെ സത്യമാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ അവനൊരു പുതിയ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടായിട്ട് ദീപ്തിക്ക് സാധിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കല്യാണം നടത്താന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ദീപ്തി ചിലപ്പോൾ അവളുടെ ഒപ്പം ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എന്താവുമെന്നും പറയാൻ പറ്റില്ല. കുടുംബം തന്നെ ചിലപ്പോൾ തകർന്നു പോകും. അച്ഛൻ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം താനൊരു ഷോക്ക് കൊടുത്ത അച്ഛന്. ഇനിയിപ്പോൾ അടുത്ത ദീപ്തിയും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യുമെന്ന് പോലും പറയാൻ പറ്റില്ല. ആ ഒരു ടെൻഷന് വേദയുടെ മനസ്സിലുണ്ടായിരുന്നു. അതേസമയം ശ്രീകാന്തിന് അതിനേക്കാൾ നല്ല ടെൻഷനാണ്. ശ്രീകാന്ത് വർഷയെ കാണാൻ ചെന്നു. സംസാരിച്ചിട്ട് പിന്നീട് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രശേഖരൻ പറഞ്ഞു, ഇപ്പം തൽക്കാലത്തേക്ക് അവളിവിടെ നിന്നോട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. വർഷ പറഞ്ഞു, അല്ലച്ഛൻ ഞാൻ കുറച്ച് ദിവസം അല്ലേ പോന്നിട്ട്, അത് സാരമില്ല മോളെ, നീ ഇവിടെ നിന്നാൽ മതി. കാരണം ചന്ദ്രശേഖരൻ അറിയണമായിരുന്നു ശ്രീകാന്തിന് വേറൊരു പെൺകുട്ടിയുടെ ബന്ധമുണ്ടെന്ന്. അത് എത്രമാത്രം അതിനകത്ത് ശരിയുണ്ട്. ശ്രീകാന്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്പം അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല, അത് കല്യാണത്തിന് മുമ്പുള്ളതായിരുന്ന. അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയാതെ വർഷാൻ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വിടുന്നില്ലെന്ന് തന്നെ ചന്ദ്രശേഖരൻ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ശ്രീകാന്ത് കൂട്ടിക്കൊണ്ട് വരാണ്ട് ചെന്നത്. പക്ഷേ എങ്ങനെ ചന്ദ്രശേഖരൻ സമ്മതിച്ചില്ല. ഒടുവിൽ വർഷ പറഞ്ഞ് അച്ഛൻ എന്താണെന്ന് അറിയത്തില്ല, ഈ ഇടയായിട്ട് വീട്ടിലേക്ക് വരുന്ന കാര്യം പറയുമ്പോൾ അച്ഛൻ അതിനെ എതിർക്കുക ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യുക, ശ്രീയേട്ടൻ പോയിക്കോ, ഞാൻ കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞാൽ അങ്ങോട്ട് വന്നേക്കാന്ന് പറയാണ്. അങ്ങനെ ശ്രീകാന്ത് പോന്നു. പത്മയാണെങ്കിൽ വർഷയും കുഞ്ഞിനെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് വീട്ടിൽ വഴക്കാം. പക്ഷേ ശ്രീകാന്ത് എന്ന് വിളിച്ചിട്ട് വന്നുമില്ലല്ലോ. അങ്ങനെ ശ്രീകാന്ത് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ദീപ്തി ആഹാരം കഴിക്കാനിരിക്കുകയാണ്. ആ സമയം പത്മ പറഞ്ഞ്, നീ ഇരിക്കടാ, നിനക്കൂടെ വിളമ്പി തരാമെന്ന് പറയണം. അങ്ങനെ ഇരുന്ന് കഴിക്കണ സമയത്ത് പത്മ ചോദിച്ചു, അല്ല നീ മോളെയും വർഷയും കൂടെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് നീ കൊണ്ടുവന്നില്ലോ എന്ന് പറയാണ്. അത് പിന്നെ അമ്മേ, അവൾ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എതിർത്തൊന്നും പറയാൻ പോയില്ല. എടാ, എത്ര ദിവസമായി അവൾ പോയിട്ട്, അവൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലെങ്കിൽ നീ അവളെ വിളിച്ചിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടേ? അത് പിന്നെ അമ്മേ, അവൾക്ക് ഇഷ്ടമില്ലാതെ പിന്നെ അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്താവാനായിട്ടാ? ദീപ്തി പറഞ്ഞു, അതിന് ചേട്ടനായാലും എന്തേലും ഉറപ്പിച്ച് വർഷേച്ചിയോട് പറയാം. ഒന്നും മിണ്ടത്തില്ല. വർഷേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല കുനിച്ച് കേട്ടോണ്ടിരിക്കുമല്ലേ ഉള്ളൂ. ദേ, നീ കൂടുതൽ എൻ്റെ അടുത്ത് പറയാൻ പാടില്ല കേട്ടോ. പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ പറയാനുള്ള കാര്യം ഞാൻ എവിടെയാണെങ്കിലും പറയും. അത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു, നീ കൂടുതൽ നെളിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ ഈയിടെയായിട്ട് നിനക്ക് ഇത്തിരി എല്ല് കൂടുന്നുണ്ട്. അതെ, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നു ശരിയെന്ന കാര്യവും ഞാൻ ചെയ്യാറുള്ളൂ, അല്ലാതെ എൻ്റെ മനസ്സിൽ നിരക്കാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷെ ശ്രീയേട്ടൻ അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞു. പത്മർജി രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ ഈ വഴക്ക്? അപ്പോഴേക്കും ദീപ്തി പറഞ്ഞു, ഞാൻ എന്ത് പറഞ്ഞാലും ഏട്ടനത് കുറ്റമായിട്ട് തോന്നും. അതേടി, നീ നിന്റെ ചേച്ചിയെ കണ്ട് പഠിക്കണമെന്ന് എനിക്കറിയാം. നിന്റെ ചേച്ചിയുടെ സ്വഭാവം എങ്ങനെ ഇവിടെ ഇറക്കിയാണ്ടല്ലോ, അതോടുകൂടി തീരും. അല്ല, കഴിഞ്ഞ ദിവസം അവൾ നിന്നെ എന്തിനാ കാണാൻ വന്നേ? വെറുതെ അല്ലെന്നറിയാം, എന്തോ ഒരു കാര്യമുണ്ട്. സത്യം പറഞ്ഞു, അതാ നിനക്ക് നല്ലത്. അപ്പോഴേക്കും ദീപ്തി പറഞ്ഞു, പറയാൻ സൗകര്യമില്ല, ചേട്ടൻ എന്ത് ചെയ്യും? ചേട്ടൻ ഒരു കാര്യം ചെയ്യും, കൊണ്ട് കേസ് കൊടുക്കാൻ പറഞ്ഞു. പത്മ പറഞ്ഞു, കഴിക്കാനിരിക്കുമ്പോഴും കൂടി സ്വസ്ഥത സമാധാനത്തിലിരുന്ന് കഴിക്കാൻ പറ്റുമോ? ദേ, ഞാൻ എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ഒടുവിൽ ദീപ്തി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അമ്മേ, ഇവളുടെ ഈ പോക്ക് ശരിയല്ല കേട്ടോ. എടാ, എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നെങ്കിൽ അവളോട് പറ, അല്ലെങ്കിൽ അച്ഛനോട് പോയി പറ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ മക്കൾ ആരെങ്കിലും അനുസരിക്കുമോ? എന്തിനേറെ പറയണു, നീ പോലും അനുസരിക്കില്ലോ. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. പിന്നീട് വേദയും വിക്രം കൂടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി പതിപോലെ പ്രാർത്ഥിക്കണം. അപ്പോൾ രാവിലെയും വൈകുന്നേരം ക്ഷേത്രത്തിൽ പോകണമെന്ന് വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേദയ്ക്ക് പറ്റുന്ന സമയത്തൊക്കെ വേദയും വിക്രത്തിലൂടെ പോകുന്നുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് ഇങ്ങനെ വരുവാണ്. നിന്നെ അവിടെ കുറച്ച് സമയം ഇരിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ ആലഞ്ചോട്ടിൽ വേദയും വിക്രം ഇരിക്കുന്ന സമയത്ത് അവരെങ്കിലും വിക്രം അങ്ങനെ പാതോരാതെ ഓരോ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. വേദയ്ക്ക് ചില സമയത്ത് അത്ഭുതം പോലും തോന്നിപ്പോയി. കാരണം വിക്രം ഇത്രമാത്രം സംസാരിക്കുമോ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വിക്രം നേരത്തെ. എന്തെങ്കിലും അത്യാവശ്യത്തിന് വേദയോട് പറയണ്ടേ പറയും, അല്ലെങ്കിൽ മോഹം വീർപ്പിച്ച് അവിടെ ഇരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ആ ഒരു സ്വഭാവമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ആ സമയം വേദ പറഞ്ഞു, ക്ഷേത്രത്തിൽ വന്നപ്പോൾ എനിക്ക് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എൻ്റെ അനുജത്തിയുടെ ജീവിതം ഒരു കാരണവശാലും ആ വരുണുമായിട്ടുള്ള റിലേഷൻ അത് നടന്നിട്ടുണ്ടെങ്കിൽ എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല. അത് നടക്കരുതെന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ഈ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെ എല്ലാവരും വരുന്ന പ്രാർത്ഥിക്കാനാണെന്നും പറഞ്ഞ് വരും. എന്നിട്ടോ അവനവൻ്റെ നിലവിളികൾ കാരണം മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ വിഷമം ഉണ്ടെങ്കിൽ അത് മൊത്തം ദൈവത്തിന് മുന്നിലേക്ക് വിളമ്പിയിടും. ദൈവം പാവയത് എത്രയെന്ന് വെച്ചാൽ കേൾക്കുന്നേ. ആ സമയം വേദ പറഞ്ഞു, വിക്രം കളിയാക്കൊന്നും വേണ്ട. കളിയാക്കിയതല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സിൻ്റെ നിലവിളിയല്ലേ പ്രാർത്ഥന.
ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമ്മൾ വരുമ്പം നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും വേദനകളും എല്ലാം പറയണേ. അല്ലാതെ മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നതാണോ ഭൂരിപക്ഷം ആൾക്കാരും? അല്ല, അവനവന് വേണ്ടിയിട്ട് അവനവന് നല്ലത് പറയണം, അവനവന് അതുണ്ടാവണം ഇതുണ്ടാവണം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം വരുന്ന. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഒരു പരിധി വരെ അല്ലാന്ന് ഞാൻ പറയണില്ല. കാരണം എല്ലാവർക്കും മനസ്സിന് ആത്മശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഭഗവാനോട് വന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ മനസ്സിന് കുറച്ച് ഒരാശ്വാസം കിട്ടുമല്ലോ. പുറത്തു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും പലർക്കും ഉണ്ടാവും. പക്ഷേ അത് ദൈവസന്നിധി വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ മനസ്സിൻ്റെ വിഷമം കുറേ പോകുന്ന പോലെ ഒരു തോന്നലുണ്ടാവും. വിക്രം പറഞ്ഞു, അതില്ലാന്ന് ഞാൻ പറയണില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറേ സമയം സംസാരിച്ചതിന് ശേഷം വിക്രം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, പോകുന്ന വഴിക്ക് ടെക്സ്റ്റൈൽ ഷോപ്പിൽ കൂടെ ഒന്ന് കയറാമെന്ന് പറയണം. അതെന്തിനാ? ഉണ്ട്, വരാൻ പറയണം. അങ്ങനെ വേദയും കൂട്ടിക്കൊണ്ട് നേരെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി. അവിടെ ചെന്ന് വേദയ്ക്കൊരു സാരി മേടിച്ചു കൊടുക്കുകയാണ്. സാരി എന്ന് പറഞ്ഞാൽ വേദയ്ക്ക് വക്കീൽ ഓഫീസിൽ കൊടുക്കാനുള്ള സാരി, വൈറ്റ് സാരിയും ബ്ലാക്ക് കളർ ബ്ലൗസുമാണ് മേടിച്ചു കൊടുക്കുന്നത്. വേദയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വിക്രം മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് ആയിരുന്നത്. അതിനു മുമ്പ് ഇങ്ങനെയൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി. വേദ വെച്ച്, എന്തിനാ ഇത്? നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തിനാന്ന്, അപ്പം നിനക്ക് മനസ്സിലാവുമെന്ന് പറയണം. വേദയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. ആദ്യമായിട്ട് തനിക്ക് കിട്ടിയ ഗിഫ്റ്റില്ലേ. വേദ ഒന്ന് നെഞ്ചോടി ഇറക്കുവാണ്. വേദയ്ക്ക് മനസ്സിലായി തന്നെ എത്രമാത്രം ഇപ്പം വിക്രം സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിക്രത്തിനും അറിയാം വേദയ്ക്ക് തന്നോട് ഇഷ്ടമാണെന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.